CH മുസ്തഫ മൗലവി മടവൂർ കോട്ടയിലേക്ക് നോട്ടീസിലൊക്കെ പേരച്ചടിച്ച് നിരന്തരം ക്ഷണിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വരികയും കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി അടക്കമുള്ള എല്ലാവരും കൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുകയും ചെയ്തത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ നൗഷാദ് മൗലവി എന്ന് പറയുന്ന ഇബ്ലിസ് ത്വരീഖത്തിന്റെ കോളാമ്പി മംഗലാപുരത്ത് വെച്ച് പരമാവധി വെളുപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ വെളുക്കാൻ തേച്ചത് പാണ്ടായി. മുസ്തഫ മൗലവി തന്നെ ആ തോബയുടെ വാദം പൊളിച്ച് അയ്യിൽ കൊടുത്തപ്പോ നൗഷാദ് മൗലവി പറയാണ്, ആ അഭിമുഖം മുഴുവനും നമ്മൾക്ക് അനുകൂലമാണ്, AP വിഭാഗത്തിന് അത് എതിരാണ് എന്ന്. അയാളുടെ അഭിമുഖത്തിൽ വന്നു പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ബൽക്കെതിരാ. A മുതൽ Z വരെ ബല അങ്ങോട്ട് ശരിയാക്കിന്. അഭിമുഖം വന്നപ്പോ നമ്മൾ പറഞ്ഞതിനോട് എതിരെ അയാൾ നമ്മൾ പറഞ്ഞ കറക്റ്റാ പറഞ്ഞു. മംഗലാപുരത്ത് വെച്ച് നീ പറഞ്ഞത് എന്തായിരുന്നു? ഈ CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന വ്യക്തി മടവൂർ കോട്ടയിലെ തങ്ങളെ ആരിഫായി വലിയായി അംഗീകരിച്ച് തോബ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചു വന്നതാണ് എന്നല്ലായിരുന്നോ? പക്ഷെ ഈ മുസ്തഫ മൗലവി പറഞ്ഞല്ലോ, 5-6 മാസമായി എന്നെ ക്ഷണിക്കുന്നു, ആ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ പോയത്. എനിക്ക് പലപ്പോഴും പോകാൻ കഴിഞ്ഞില്ല. പിന്നെയും കഴിഞ്ഞ 1-ാം തീയതി ഈ വടിത്തങ്ങളുടെ ഒരു അനുയായി വീണ്ടും എന്നെ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞല്ലോ. നീ പറഞ്ഞത് എന്തായിരുന്നു? ഇദ്ദേഹം തോബയുടെ മനസ്സോടുകൂടെ അങ്ങോട്ട് വന്നതായിരുന്നു എന്നല്ലേ? ഇദ്ദേഹം പറയാണ്, എനിക്കങ്ങനെ തോബയുടെ യാതൊരു ആവശ്യവും ഇല്ല, ഞാൻ തോബ ചെയ്യാൻ വേണ്ടി പോയതല്ല, എന്നെ ക്ഷണിച്ചിട്ട് പോയതാണ് എന്ന് നൗഷാദ് മൗലവി ഇതിന് എന്തെങ്കിലും വ്യക്തമായ മറുപടി പറഞ്ഞു? വരാൻ പറഞ്ഞിട്ടുണ്ടാവാം, പോയിട്ടുണ്ടാവാം എന്ന് ആകെ മെഴുകി ഉരുണ്ട് പറഞ്ഞു എന്നല്ലാതെ വ്യക്തമായ മറുപടി താങ്കൾ പറഞ്ഞോ? ഇത് താങ്കൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ? നൗഷാദ് മൗലവി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ പൊളിക്കാൻ പറ്റിയ ആൺകുട്ടികൾ ആരാ നിങ്ങളെ കൂട്ടത്തിലുള്ളത് എന്ന്. ഇത് പൊളിയാൻ അങ്ങനെ പൊളിക്കാൻ പറ്റിയൊരു മുതലപ്പുറത്ത് വേണ്ട കൂട്ടരെ. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നൗഷാദ് മംഗലാപുരത്ത് പറഞ്ഞ ഓരോ വിഷയങ്ങളും പൊളിച്ച് കയ്യിൽ തരികയാണ്. നൗഷാദ് എന്ത് ചെയ്യാണ്? CH മുസ്തഫ മൗലവിനെ തോബ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക. അങ്ങനെ 2-ാം ചേകനൂർ മൗലവിനെ എല്ലാ നിലക്കും അദ്ദേഹത്തിന്റെ പഴയ ആശയങ്ങളിൽ നിന്നൊക്കെ മാറി ഖേദ മനസ്സോടുകൂടെ അദ്ദേഹം തോബ ചെയ്യാൻ വേണ്ടി തങ്ങളോട് കേണപേക്ഷിച്ച് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട്, നൗഷാദിന്റെ ഭാഷയാണ്, ഇങ്ങനെ വരികയാണ്. വന്നു തങ്ങളെ കാൽ കീഴിൽ മുസ്തഫ മൗലവി ഇരിക്കുകയാണ്. അങ്ങനെ മുസ്തഫ മൗലവിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഉന്നയിച്ചത്? നൗഷാദിനെ പറയാം, നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഉണ്ടല്ലോ, ആ വികലമായ ആശയങ്ങളെ കുറിച്ച് ഓരോ ഹദീസുകളും ഈ വടിത്തങ്ങൾ എന്ന് പറയുന്ന ആള് മുസ്തഫ മൗലവിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നിങ്ങളാണ് സ്വീകരിച്ചാളി, നൗഷാദ് പറഞ്ഞല്ലേ. ഈ നൗഷാദ് മൗലവി ഉണ്ട്, അതേപോലെ കോമാട്ടുചാൽ അബ്ദുള്ള ഉണ്ട്, എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വടിത്തങ്ങൾ ഹദീസുകൾ ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്തു. മുസ്തഫ മൗലവി വിനയാന്വിതനായി കേണ് ആ തങ്ങളെ കാൽക്കീൽ ഇങ്ങനെ ഇരുന്ന് ഹദീസുകൾ മുഴുവനും കേട്ടു. തങ്ങൾ പറഞ്ഞു, മുസ്തഫ ഇത് കേട്ടാൽ മാത്രം പോരാ, ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കാഫിറായി ചത്തുപോകും. അല്ലാഹ് മുസ്തഫ മൗലവി കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചു എല്ലാം അംഗീകരിച്ചു. ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു, അത് തന്നെ തങ്ങളെ മുമ്പിൽ വന്ന് അദ്ദേഹം അംഗീകരിച്ചു കൊടുക്കുന്നു. ആ തൗബയുടെ മനസ്സായിട്ട് വരിക കേട്ടോ. സമ്മതം ചോദിക്കുന്നു, വരുന്നു, എല്ലാം അംഗീകരിക്കുന്നു. പോരാ നൗഷാദെ പറഞ്ഞു എങ്ങനെയൊക്കെയാ തൗബന്റെ രൂപം എന്ന് പറയും. തങ്ങൾ അവിടെ കൃത്യമായി മജ്ലിസിന് മുമ്പിൽ ഇരുന്നപ്പോ, മജ്ലിസ് നടക്കുന്നതിന് മുമ്പ് തങ്ങൾ ഇരുന്നല്ലോ, കൃത്യമായി ഓരോ ഹദീസുകൾ എടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഞാനുണ്ട്, ശൈഖുൻ, ഞങ്ങളെല്ലാരും ഉണ്ട്. ഈ ഹദീസിൽ വിശ്വസിക്കണം കേട്ടോ, ഇത് വിശ്വസിക്കാത്തവൻ കാഫിറാണ്. നിങ്ങൾ അയാൾക്ക് പറയുന്ന കുറ്റമുണ്ടല്ലോ, അതൊക്കെ കൃത്യമായി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രം. എത്ര കൃത്യമാണ്, കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വികലമായ ആശയങ്ങൾക്കെതിരെയുള്ള ഹദീസുകളൊക്കെ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചു. ഇല്ലെങ്കിൽ കാഫിറാകും, കാഫിറായി ചത്തുപോകും. മുസ്തഫ മൗലവി കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെ തൗബയുടെ മനസ്സുമായിട്ട് ഇരിക്കുകയാണ്. എല്ലാം അംഗീകരിച്ചുകൊണ്ട് മാത്രം പോരാ. അപ്പൊ മുസ്തഫ മൗലവി, ഗുരുവോ ഞാൻ എന്തു ചെയ്യണം? അപ്പം മുസ്തഫാനോട് ഇജ് എന്ത് ചെയ്യണം? കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ് നിൽക്കണത്, ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് ഇജ് എന്ത് ചെയ്യണം? 4 ചാട്ടം അവിടെ പോയി ചാടണം. മുസ്തഫ മൗലവി, അതെ, അതും ഞാൻ അംഗീകരിക്കാം. നൗഷാദ് പറയട്ടെ. തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് കാണിക്കണം എന്നുമായി. തങ്ങൾ എങ്ങനെ കാണിക്കേണ്ടത് ഗുരുവെന്ന് മുസ്തഫ മൗലവി ചോദിച്ചു. എങ്ങനെ കാണിക്കല്? ഷാദുലി റാത്തീബിന്റെ മജ്ലിസിലിരിക്കണം. മൗലവി ഞങ്ങളോട് പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ ആ ഹവറത്തിൽ ഒരു 4 വട്ടം അങ്ങോട്ട് തലകുത്തി മറിഞ്ഞോളാന്ന്. പക്ഷെ ഞാനും ഞങ്ങളെ ഷെയ്ഖും പറഞ്ഞു, ഇപ്പം മറിയണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മറിഞ്ഞാൽ മതി എന്ന് പറയുമെന്ന് നൗഷാദ് പറയുമെന്ന് വിചാരിച്ചു പോയി. പക്ഷെ നൗഷാദ് പറഞ്ഞിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ പറയുമെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും
എന്നാലും ഇങ്ങനൊക്കെ വളരെ ഖേദ മനസ്സോടുകൂടെ വന്നതല്ലേ? ആര്? മുസ്തഫ മൗലവി ഖേദ മനസ്സോടുകൂടെ വന്നതാണ്. അപ്പൊ എല്ലാം പറഞ്ഞു, ഒക്കെ അംഗീകരിച്ചു, എല്ലാം സ്വീകരിച്ചു. വികലമായ ആശയങ്ങളുടെക്കെതിരായ ഹദീസുകളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം സ്വീകരിച്ചു. അവസാനം സമൂഹത്തിന് കാണിക്കാൻ ആ ഹദറത്തിൽ പോയാണ് 4 ചാട്ടം ചാടി അല്ലെ? പിന്നെ പറയാം അപ്പൊ ഇന്നാലും എന്തെങ്കിലും കുറച്ചൊക്കെ എന്തുണ്ടാകും, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്തു? അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്താണെങ്കിൽ തീരുമാനമാക്കാന്നും പറഞ്ഞു. ആര്? നൗഷാദ് പറയട്ടെ. ഇനി മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് വേണ്ട രൂപത്തിൽ ചെയ്യാം എന്ന് പറയുന്നു. ഓ, എത്ര കൃത്യമായിട്ടാണ് ആ തോബയുടെ രൂപം നൗഷാദ് ഇങ്ങനെ അവതരിപ്പിക്കണത്. ആ മുന്നിലിരിക്കണ സാധുക്കളൊക്കെ നമ്മളെ ഷെയ്ഖും നൗഷാദും ഒക്കെ ഇങ്ങനെ സാക്ഷിയായിട്ട് ആ മുസ്തഫ മൗലവി 2-ാം ചേകനൂര് വികലമായ ആശയങ്ങള്, യുദ്ധത്തിലേക്ക് എത്തുന്ന, കുഫറിലേക്ക് എത്തുന്ന ആശയങ്ങള്, ആശയങ്ങളിൽ നിന്ന് മുസ്തഫ മൗലവി തോബ ചെയ്ത് മടങ്ങണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം 2ാമത് ഷഹാദത്ത് കലിമല്ലണം. അല്ലാതെ ഷാദുലി റാത്തിൽ പോയിട്ട് 4 ചാട്ടം ചാടി കൊണ്ടൊന്നും എന്ത് ചെയ്യൂല, തോബാകൂല. ഏതായിരുന്നാലും ഇവരിങ്ങനെ തോബ ചെയ്യിപ്പിച്ചല്ലോ. അപ്പം ഈ അഭിമുഖത്തിൽ ഇനി എന്ത് ചെയ്യണം? മുസ്തഫ മൗലവി പറയണം, അതെ ഞാൻ തോബ ചെയ്തു, ഞാൻ കേണപേക്ഷിച്ചു, പൊട്ടിക്കരഞ്ഞു, അവിടെ നിന്ന് ഷാദുലി റാത്തിൽ പങ്കെടുത്തു, എന്റെ വികലമായ ആശയങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെടുത്തിയെന്നു, ഞാൻ സ്വീകരിച്ചു എന്നല്ലേ പറയേണ്ടത്. അപ്പം മുസ്തഫ മൗലവി എന്താ പറയണത് നമുക്ക് നോക്കുക. പറയുന്ന കാര്യങ്ങൾ പലതിനോടും യോജിക്കുന്നുണ്ടാവാം, പക്ഷെ അത് പ്രകടിപ്പിച്ചിട്ടില്ല അവിടെ. അല്ല നൗഷാദെ, ഇത് കേട്ടില്ലേ ജി? അനക്ക് അനുകൂലമായിട്ടല്ലേ ഈ പറയണത്? എതിരായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാവും, പക്ഷെ എന്നോട് അതൊന്നും എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പൊ നൗഷാദ് എന്തേ പറഞ്ഞു? ഹദീസുകളൊക്കെ ഓതി കൊടുത്തു, എല്ലാം അംഗീകരിച്ചു. ഇപ്പം പറയണ അല്ല, എന്നോട് എതിരായിട്ട് അഭിപ്രായം ഉണ്ടാവും, എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ട നൗഷാദെ? ഇത് മറുപടി പറയും. ആണായി പറഞ്ഞവനാണെങ്കിൽ ആദർശം ഏതെങ്കിലും അമ്മിക്കടയിൽ പണയം വെച്ചിട്ടില്ലെങ്കിൽ, നട്ടല് നിവർത്തി ആദർശം പറയാൻ ആർജവനക്കുണ്ടെങ്കിൽ പറയും നൗഷാദ്, ഇത് ആര് പറഞ്ഞു? നീ ഈ പറഞ്ഞ ഈ തോബ ചെയ്യിപ്പിക്കലാണോ ശരി? അതല്ല. മുസ്തഫ മൗലവി പറയുന്നു, ഇല്ല, എന്നോട് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മുസ്തഫ മൗലവി പറയുന്നു, ഞാൻ തോബ ചെയ്യാൻ എവിടെയും പോയിട്ടില്ല, എനിക്ക് തോബ ചെയ്യേണ്ട ആവശ്യമില്ല. പറയട്ടെ മുസ്തഫ മൗലവി. ഞാൻ തൗബ ചെയ്യേണ്ടുന്ന എന്തെങ്കിലും പാപമോ തെറ്റോ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളത് എന്റെ സ്വകാര്യമായ ഒരു സംഗതിയാണ്. അകമ്പുരുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ആശയങ്ങൾ അന്നും ഇന്നും ഒക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട്. മുസ്തഫ മൗലവി പറയണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്റെ ആശയങ്ങൾ അത് എന്റെ ബോധ്യങ്ങളാണ്, എനിക്കതിന് പിന്മാറേണ്ട ഒരു ആവശ്യമില്ല, അന്നും ഇന്നും എന്നും ഒരു ആശയം തന്നെയാണ്. അപ്പൊ എന്താ നൗഷാദ് ഇജ്ജി പറഞ്ഞത്? ഒന്നുകിൽ ഇജ്ജി പറഞ്ഞത് കളവാകണം, മുസ്തഫ മൗലവി പറഞ്ഞത് സത്യാകണം, അല്ലെങ്കിൽ മുസ്തഫ പറഞ്ഞത് കളവാകണം, ഇജ്ജി പറഞ്ഞത് സത്യാകണം. ഏതാ ഞങ്ങൾ വിശ്വസിക്കേണ്ടേ? ആർജവുണ്ടെങ്കിൽ, ആണത്തുണ്ടെങ്കിൽ മറുപടി പറയണം നൗഷാദേ.